വണ്ടി ഷെവർലൈറ്റ് എൻജോയ് ആണ്. എൻജോയ് 2012 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഇടുക്കിയിലുള്ള വണ്ടിയാണ്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി റണ്ണിങ്ങിൽ ആക്സിലറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടാവണം. അല്ലെങ്കിൽ ആക്സിലറേഷൻ ചില സമയങ്ങളിൽ എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തിയിട്ട് ആക്സിലറേഷൻ വർക്കാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പുള്ളിങ്ങിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. പുള്ളിങ് തീരെ കുറവാണെന്നാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഏകദേശം 2 ലക്ഷം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം അതിനകത്ത് ടൈമിംഗ് കിറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ആക്സിലറേഷൻ്റെ പ്രശ്നം വരുന്നത് കൂടുതലായിട്ട് നമുക്ക് EGRൻ്റെ പ്രശ്നം കൊണ്ടാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ആ ഒരു ബുദ്ധിമുട്ട്, ആക്സിലറേഷൻ വർക്കാകാത്തൊരു ബുദ്ധിമുട്ട് വരുന്നത്. വെച്ചാൽ ഫുള്ളായിട്ട് ഓപ്പണായിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് വരും. അപ്പോൾ എന്തായാലും നമ്മൾ അയച്ച് സർവീസ് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രിക്കൽ നമ്മൾ ചെക്ക് ചെയ്തു. വയറിംഗ് ഫോൾട്ട് കാര്യങ്ങളൊന്നും അധികം കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ടൈമിംഗ് കിറ്റും കൂടെ കഴിഞ്ഞിട്ട് ആ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം ഇനി ആ ഒരു ഭാഗം കൂടെ നമുക്ക് വൃത്തിയായിട്ട് നോക്കാൻ. ഇപ്പോൾ ടൈമിംഗ് കിറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പണിയാണ്. കോഴ്സ് കാര്യങ്ങൾ ഏകദേശം എല്ലാ സാധനങ്ങളും അയച്ചാൽ മാത്രമേ നമുക്ക് ടൈമിംഗ് കിറ്റ് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട്. അയക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ മൗണ്ട് പൂർണ്ണമായിട്ടും ഇതിനകത്ത് പൊട്ടിയിട്ടുണ്ട്. ഇതാണ് ക്രോസ് മെമ്പർ അതിൻ്റെ അഴിവ് വരുന്നത്. അപ്പോൾ എഞ്ചിൻ മൗണ്ട് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. പൊട്ടി നിൽക്കുകയാണ് അതിൽ പൊട്ടി നിൽക്കണം. അതുപോലെ ഗിയർ ബോക്സ് മൗണ്ട് മാറണം. ഇതാണ് അതിൻ്റെ പീസ് വരുന്നത്. പൂർണ്ണമായിട്ടും മാറണം. അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ പുഷ് ഇതിനകത്ത് കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾക്ക് മാറണം. അത്യാവശ്യം നല്ലോണം പണി ഉണ്ട് ഇതിനകത്ത്. പിന്നെ ടൈമിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. ടൈമിംഗ് കിറ്റ് നമ്മൾ ടൈമിംഗ് കിറ്റ് എടുക്കാൻ പോകുന്നുള്ളൂ. എന്നാലും നമ്മൾ ഇടുന്നത് ഒറിജിനൽ പാർട്സ് തന്നെ ആയിരിക്കും. സകലതും എല്ലാ പാർട്സും ഈ പാർട്സ് തന്നെ നമ്മളിതിനകത്ത് നമ്മൾ കയറ്റുന്നത്. മെയിനായിട്ടുള്ള പ്രശ്നം പുള്ളിങ്ങിൻ്റെ പ്രശ്നമാണ്. അതെന്തായാലും നമുക്ക് ക്ലീൻ ചെയ്യും. നമ്മുടെ EGRും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ പാർട്സുകൾ കംപ്ലീറ്റ് എത്തിയിട്ടുണ്ട്. എല്ലാം GMൻ്റെ പാർട്സ് തന്നെ എടുത്തിട്ടുണ്ട്. പാഡ്, 2 പാഡ്, അതുപോലെ ഇത് ടൈമിംഗ് ബെൽറ്റ്. MRP ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ഒറിജിനൽ. അതുപോലെ തന്നെ ടെൻഷനറാണത്, അത് പോയി. പിന്നെ എയർ ഫിൽറ്റർ ഒറിജിനൽ GMൻ്റെ 2 പാഡ്. പിന്നെ നമുക്ക് എഞ്ചിൻ മൗണ്ട് 3 മാറ്റാനുണ്ട്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ലോവർ ആമിൻ്റെ ബുഷ്കിറ്റ് നമുക്ക് മാറ്റണം. അത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി നിൽക്കണം, വിണ്ട് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ലൈറ്റിൽ കൊടുത്തൊന്ന് പ്രസ് ചെയ്തിട്ട് വരണം. 4 ബുഷ് വരും അതിനകത്ത്. അത് നമ്മൾ സെറ്റാക്കി വയ്ക്കും. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ EGR വാൾവും അതിനകത്ത് സ്റ്റക്കായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇതിനകത്തൊരു കോഡ് ഉണ്ടായിരുന്നു. മറ്റേ EGRൻ്റെ തന്നെ ഒരു പുള്ളിങ് കുറവ്, അതുപോലെ തന്നെ എഞ്ചിൻ വാണിംഗ് ലൈറ്റ് വരും, പുള്ളിങ് കുറവ്. കോഡ് എന്തോ ആണ്, ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ EGR വാൾവ് സ്റ്റക്കാണ്. അപ്പോൾ നമ്മൾ WD-40 ഒക്കെ അടിച്ച് പക്ക ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് ഇതാക്കി നോക്ക്, വർക്ക് ചെയ്യിപ്പിച്ച് നോക്ക്. നോ അപ്പോൾ അത് വർക്കിംഗ് കറക്റ്റാണ്. നേരത്തെ അത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. ഇപ്പോൾ അത് വർക്കിംഗ് പക്ക പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻജോയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EGR മാനിഫോൾഡ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൈമിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. നേരത്തെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് കുറച്ച് ദൂരം ഓടിക്കുമ്പോൾ വാണിംഗ് ലൈറ്റ് തെളിയുക, പിക്കപ്പ് ഫുള്ള് ഡ്രോപ്പ് ആവുക, അതൊരു കംപ്ലയിൻ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 8-9 കിലോമീറ്റർ ആയിട്ട് ഓടിക്കണം. എന്നാലും നാളെ ഒന്നുകൂടെ ഫുള്ളായിട്ട് ഓടിച്ചിട്ടേ വണ്ടി കൊടുക്കുള്ളൂ. ഇത്ര നേരം ഓടിച്ചതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഇത് ബൂസ്റ്റ് സെൻസറിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ വയറിംഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു വയറിങ്ങിനും ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു, ക്രാക്ക് ഉണ്ടായിരുന്നു ഒരു വയർ. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയെല്ലാം കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ EGR വാൾവും സ്റ്റക്കായിരുന്നു. അപ്പോൾ ഈ 2 കാരണവും വരാം നമുക്ക്. ഈ പ്രശ്നം, വലിവ് കുറവിൻ്റെ പ്രശ്നം വരാം. അപ്പോൾ ആ 2 നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, പക്ക ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ആയിട്ട് ഓടിക്കുന്ന നോ പ്രോബ്ലം പക്കയാണ്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ ബെഡും
ഇതിൽ പക്ക പോയതായിരുന്നു, പൊട്ടിക്കിടക്കായിരുന്നു എഞ്ചിൻ ബെഡ്. അപ്പോൾ അതും കൂടെ മാറ്റിയപ്പോൾ എഞ്ചിൻ ഭയങ്കര സ്മൂത്തായി. എപ്പോഴും എൻജോയ്ക്ക് ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു കുളകുളപ്പ് ഉണ്ടാവും. ഒരു നമ്മൾക്ക് എന്താ പറയുക, നോർമൽ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീലിംഗ് ഇതിനകത്ത് കിട്ടില്ല. ഒരു ചെറിയൊരു നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ഒരു വൈബ്രേഷനും അതുപോലെ ഒരു കുളകുളകുളാന്നിരിക്കും നമ്മൾ ഓടിക്കുമ്പോൾ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. പക്ഷേ സ്മൂത്ത് തന്നെയാണ് വണ്ടി പിക്കപ്പിനോ കാര്യത്തിനോ ഒന്നും ഒരു ഡ്രോപ്പും ഇല്ല, കറക്റ്റ് തന്നെയാണ്. ഈ ഒരു ചെറിയൊരു പ്രശ്നം അതിനകത്ത് എപ്പോഴും എല്ലാം എൻജോയ്ക്ക് ഉള്ളതാണ്. പിന്നെ എൻജോയ് വർക്ക് ചെയ്യുമ്പോൾ അത് ഇത്തിരി പ്രത്യേകിച്ച് കെയർ ചെയ്തിട്ട് വേണം ഷെവർലെറ്റിൻ്റെ വണ്ടികൾ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സക്സസ് ആവില്ല, ഡ്രോപ്പായി പോകും. അപ്പോൾ ഇത് ഏകദേശം ഓക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും ഞാൻ പറയുന്ന പോലെ ടൈം ഇത് എൻജോയ് ഷെവർലെറ്റിൻ്റെ വണ്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും സമയം വേണം. ഹൈബറായിട്ട് നമുക്ക് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, പറ്റൂല. ഇതിപ്പോൾ ഇടുക്കിന്ന് വന്നതാണ് വണ്ടി. അപ്പോൾ ആൾ ഇട്ട് വന്നിട്ട് പോയതാ, ടാക്സി വണ്ടിയാണ്. ചെയ്തിട്ട് എന്തൊക്കെയോ ടർബോ, അതിൻ്റെ ബൂസ്റ്റ് സെൻസർ കാര്യങ്ങൾ എന്തെല്ലാം മാറ്റിയിട്ടുണ്ട് അതിനകത്ത്. ഈ ഒരു കാരണം കൊണ്ട് മാറ്റിയത് തന്നെ. പക്ഷേ അതിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മാറ്റിയത് കൊണ്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് ഇതിനകത്ത് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ടൈമിംഗ് കിറ്റ് മാറി ഈസിയർ മാനിഫോൾഡ് ക്ലീൻ ചെയ്ത് ആ വയറിങ്ങിൻ്റെ ഇഷ്യൂ ക്ലിയർ ചെയ്തു. വണ്ടി ഓക്കെ തന്നെയാണ്, നല്ല സ്മൂത്ത് ഉണ്ട്. ഇപ്പം വണ്ടി കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി തെറിച്ച് പോകുന്നുണ്ട്, നല്ല പുള്ളിങ് ഉണ്ട്. അതുപോലെ എഞ്ചിൻ ബെഡുകളും ഒക്കെ എല്ലാം മാറ്റിയത് കൊണ്ട് ആ ഒരു നല്ലൊരു സ്മൂത്ത്നെസ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ടൈമിംഗ് കിറ്റും ഈ ജിയർ മാനിഫോൾഡും ക്ലീൻ ചെയ്താൽ തന്നെ വണ്ടി പക്ക സ്മൂത്ത് ആകും. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ വണ്ടി ഉഷാറായിട്ടുണ്ട്. അതുപോലെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ നമ്മൾ മാറിയിട്ടുണ്ട്. എല്ലാ സാധനവും ഇതിൻ്റെ A to Z സാധനം നമ്മൾ ഇട്ടിരിക്കുന്നത് ഒറിജിനലാണ്. എഞ്ചിൻ ബെഡ് ഓയിലല്ല, ബാക്കി എല്ലാ സാധനവും നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷനിൽ ചെറിയൊരു പണി ഉണ്ടായിരുന്നു, പുഷ് കിറ്റുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലെ സസ്പെൻഷൻ പുഷ് കിറ്റ് അതെല്ലാം നമ്മൾ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അതും നോർമലായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതും ഓയിലല്ല, ഓയി ബ്രാൻഡല്ല. ഓയി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവർ ബോൾ ജോയിൻ്റ് അസംബ്ലി ആയിട്ടാണ് കിട്ടുന്നത്. അതും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോൾ ജോയിൻറ്റ് മാത്രം ബുഷ് മാത്രമായിട്ട് നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ തന്നെ സമയം ഏകദേശം നല്ല സമയമായിട്ടുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ ഏതൊരു വർക്കിനും സമയമാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ വന്നിട്ട് ഏകദേശം 1.5 ആഴ്ചത്തോളം ആയി. 7-8-9 ദിവസമായി ഇത് മൊത്തത്തിൽ തീരാനായിട്ട്. ആ സമയം തന്നതുകൊണ്ട് നമുക്കത് ഫ്രീ ആയി ഇരുന്ന് ചെയ്ത് നീറ്റായി കൊടുക്കാൻ പറ്റും. ഹർബറായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും ചെയ്യാൻ പറ്റും. ഏതൊരു വർക്കിനാണെങ്കിലും ചെറിയ വർക്കാണെങ്കിലും ശരി, എന്താണെന്നുണ്ടെങ്കിൽ വണ്ടി വിട്ട് തന്നിട്ട് വരുന്നത് പോലെ എല്ലാവരും വരിക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വർക്ക് പക്ക ഫിനിഷാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് കോൾ എനിക്ക് എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്. വല്ല വിഷമമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. ഇതിലിവിടെ ഒരു സൂപ്പർവൈസറോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ ഒരാളോ ഒന്നുമില്ല. മെക്കാനിക്ക് പിള്ളേരും പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ. എൻ്റെ പിള്ളേരും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ മൊത്തത്തിൽ വർക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ കോളും ഇതും എല്ലാം കൂടെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ ഓഫീസിൽ ബില്ലടിക്കുന്നത്, കോൾ അറ്റൻഡ് ചെയ്യുന്നത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, കസ്റ്റമർ വന്നാൽ സംസാരിക്കുന്നത്, പിന്നെ വർക്ക് ചെയ്യുന്നത്, മേജർ വർക്ക് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴൊക്കെ, ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് പോകുമ്പോഴൊക്കെ ഏകദേശം ഒരു 12 മണി, 12:30, ചിലപ്പോൾ 11 മണി അങ്ങനെയൊക്കെ സമയത്താണ് നമ്മൾ പോകുന്നത്. പോയിട്ട് തിരിച്ച് വരുന്നത് 7:30 ഇവിടെ എത്തുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ക്ഷീണമുണ്ട് നമുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടിയും നമുക്കത് നമ്മളുടെ പരമാവധി ഭംഗിയാക്കി കൊടുക്കുക, വൃത്തിയാക്കി കൊടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മറ്റേ കസ്റ്റമർ ഹർബറായാലും നമ്മൾ ഹർബറാവില്ല. നീറ്റായി നിന്ന് നോക്കി എന്താ വർക്ക് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാൻ കയറത്ത് ഞാൻ കിടന്നിട്ട് ഈ വാട്സപ്പ് ഫുള്ള് ചെക്ക് ചെയ്ത് അതിൽ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടേ കിടക്കുള്ളൂ. ചിലപ്പോൾ അതിലും 1-2 പേരെ മിസ്സാവാം. എങ്കിലും 100% ഞാൻ വാട്സപ്പിൽ മെസ്സേജ് നോക്കി അതിന് റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ കിടക്കുള്ളൂ മാക്സിമം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫോൺ വിളിക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് വാട്സപ്പിൽ എന്താ കാര്യം എന്നുള്ളത് മെസ്സേജ് അയച്ച് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കോള് വരുമ്പോൾ നമ്മൾ ഫോൺ അവിടെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലാക്കിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്താണെന്നറിയോ, ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്ന വണ്ടികളുടെ കോള് പോലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സ് വിളിച്ചാൽ പോലും എല്ലാവരും കോളും ഞാൻ അറ്റൻഡ് ചെയ്യണം. പക്ഷേ സർവീസ് ചെയ്തു പോയ ആൾക്കാർ വിളിച്ചാലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാൻ വിളിക്കുമ്പോഴും നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ അങ്ങ് ഇതാവുകയാണ്. പിന്നെ വേറൊരാളുടെ അടുത്ത് നമ്മൾ ഫോൺ ഏൽപ്പിക്കുക. ഫോണിപ്പോൾ നമ്മൾ വിളിച്ച് സംസാരിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ പറയാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചാലും ഞാൻ പറയുന്നത് പോലെ സംസാരിക്കാൻ വേറൊരു വ്യക്തിക്കും കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയുന്നത്, സ്ഥാപനത്തിനെ കുറിച്ചും വർക്കിനെ കുറിച്ചും അറിയുന്നത് നമുക്ക് മാത്രം.
ഉള്ളൂ. അപ്പം നമ്മൾ ഓരോ കസ്റ്റമർ വിളിക്കും, നമ്മൾ സംസാരിച്ചാലേ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അത് മാക്സിമം ഞാൻ എടുക്കാൻ നോക്കാം. പക്ഷേങ്കിൽ 1-2 പ്രാവശ്യം അടിച്ചിട്ട് കോള് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചാൽ അതിനുള്ള റിപ്ലൈ ഞാൻ തരും. കറക്റ്റായിട്ട് എന്താണ് ഏതാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഞാൻ മെസ്സേജിലൂടെ തന്നെ റിപ്ലൈ തരാം. അല്ലാതെ നമ്മൾ ഈ ഫുൾ ടൈം ഈ ഫോണ് കിണുകിണെന്ന് പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇറിറ്റേഷൻ ആവുകയാണ്. ഇറിറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലാവുന്ന പോലെ, ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഫോണിനെടുത്ത് എറിയാൻ തോന്നുന്ന പോലെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് പോലെ തോന്നുകയാണ്. എങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാലും ഫോൺ എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും പറയുന്നുണ്ട് എത്ര ഫോൺ വിളിച്ചാലും എടുക്കണില്ല എന്ന്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഫോൺ വിളിച്ചാൽ എടുക്കാൻ പറ്റാത്ത, അത് അറിയിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വിളിച്ചോളൂ, എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടുക. അപ്പോൾ പിന്നെ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ എന്തായാലും ഞാൻ നോക്കിയിട്ട് ഞാൻ ഒരു മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂറാണെങ്കിൽ കഴിഞ്ഞിട്ട് അതിന് റിപ്ലൈ കറക്റ്റായിട്ട് തരും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിളിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും, ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ്, എത്രയാണ്, അങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാട്സപ്പിലൂടെ അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു റിപ്ലൈ അതിനകത്ത് കിട്ടും. നമ്മൾ എഴുതി കറക്റ്റായിട്ട് അയച്ചു തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് പക്കയായിട്ടൊന്ന് എല്ലാവരും ഒന്ന് സഹകരിച്ചൊന്ന് ചെയ്തു തന്നു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.